ബംഗാൾ ഉൾക്കടലിലെ അതിതീവ്ര ന്യൂനമർദ്ദം ദുർബലമായി. നാളെ മുതൽ ശക്തമായ മഴയ്ക്ക് ശമനമുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് മുകളിലാണ് ദുർബലമായ ന്യൂനമർദ്ദം കേന്ദ്രീകരിച്ചിരിക്കുന്നതും. ന്യൂനമർദ്ദം ദുർബലമാകുമെങ്കിലും കാലവർഷ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. ഐസൻ ജോസ് ചേരുകയാണ് വിവരങ്ങളുമായി. ഐസൻ, ന്യൂനമർദ്ദത്തിന്റെ ഭീഷണി കേരള തീരത്ത് നിന്ന് പാടെ ഒഴിഞ്ഞു എന്ന് തന്നെ ആശ്വസിക്കാമോ? ന്യൂനമർദ്ദത്തിൻ്റെ ഭീഷണി പാടെ ഒഴിഞ്ഞു എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും നാളെ രാവിലെയോടുകൂടി ന്യൂനമർദ്ദത്തെ തുടർന്നുണ്ടാകുന്ന അതിശക്തമായ മഴയുടെ സാധ്യത കുറയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടെ അല്ലെങ്കിൽ നാളെ രാവിലെയോടെ തന്നെ ഈ ന്യൂനമർദ്ദത്തെ തുടർന്നുണ്ടായ അതിശക്തമായ തീവ്രമായ മഴയുടെ സാഹചര്യങ്ങളെല്ലാം തന്നെ കുറയും. ശക്തമായ കാറ്റിനുള്ള സാധ്യത കുറയുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് പ്രകാരം ഇന്ന് രാവിലെ 5:30 ഇതിൻ്റെ നിരീക്ഷണ കണക്കുകൾ പ്രകാരം 20 കിലോമീറ്റർ മാത്രമാണ് ഈ ന്യൂനമർദ്ദത്തിൻ്റെ വേഗത. അത് നേരത്തെ ഉണ്ടായിരുന്ന അതിതീവ്ര ന്യൂനമർദ്ദത്തിൽ നിന്നും ന്യൂനമർദ്ദമായി മാറിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല, അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെയും ബംഗ്ലാദേശിൻ്റെയും അതുപോലെ അനുബന്ധ പ്രദേശങ്ങളുടെയും മുകളിലാണിപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ ത്രിപുര ആ മേഖലകളിലെല്ലാം തന്നെ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ടെങ്കിൽ കൂടി കേരളത്തെ ഇത് കാര്യമായി ബാധിക്കുന്ന സാധ്യത കുറവാണ്. ദക്ഷിണ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ശക്തമായ മഴയുടെ സാധ്യത, ന്യൂനമർദ്ദവുമായി ബന്ധപ്പെട്ട മഴയുടെ സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് നാളെ രാവിലെ നേരം വെളുക്കുന്നതോടെ അത് പൂർണ്ണമായും ആ ന്യൂനമർദ്ദത്തെ തുടർന്നുണ്ടായ ഒരു അതിശക്തമായ മഴയുടെ സാന്നിധ്യം, ആ ഒരു മുന്നറിയിപ്പ് ഇല്ലാതാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് കാലവർഷത്തിൻ്റെ അനുബന്ധിച്ചുള്ള, നമുക്കറിയാവുന്നതാണ്, നേരത്തെയാണ് ഇത്തവണ കാലവർഷം എത്തിയിരിക്കുന്നത്. നേരത്തെ എത്തിയിരിക്കുന്ന കാലവർഷത്തിൻ്റെ ഒരു സ്വഭാവം വെച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാർത്തകളിലെല്ലാം വന്നതുപോലെ 15 വർഷത്തിന് ശേഷം ആദ്യമായാണ് ഇത്രയും നേരത്തെ കാലവർഷം കേരളത്തിലെത്തുന്നത്. ആ കാലവർഷത്തിൻ്റെ മഴ സ്വാഭാവികമായും അങ്ങിങ്ങായും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ശക്തമായ കാറ്റ്, ഇടിമിന്നൽ, ആ രീതിയിലുള്ള ന്യൂനമർദ്ദാനുബന്ധമായ കാലാവസ്ഥയുടെ സ്വഭാവമുള്ള മഴ ഇപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യത ഇനി കുറഞ്ഞു വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 3 ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുന്നുണ്ട്. തുടർന്നും അത് ഒഴിവായി പോകും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. പകുതി ആശ്വാസമെങ്കിലും ഐസൻ ഇപ്പോൾ സൂചിപ്പിക്കേണ്ട ഈ കാലവർഷം പെയ്ത്ത് അത് തുടരുക തന്നെ ചെയ്യുമെന്ന്. ഈ മെയ്യിൽ തന്നെ കാലവർഷം ഇത്രയധികം ശക്തി ആർജിക്കാൻ കാരണം എന്താണ്? പതിവിൽ നിന്ന് വ്യത്യസ്തമാണ്. 15 വർഷങ്ങൾക്ക് ശേഷമെങ്കിലും വളരെ നേരത്തെയാണ് ഇത്തവണ കാലവർഷം നേരത്തെയാണ് ഇത്തവണ എത്തിയത്. അതായത് പ്രവചിച്ചത് തന്നെ 27, അതിന് മുൻപ് തന്നെ കാലവർഷം എത്തുന്നൊരു സാഹചര്യമുണ്ടായി. ആ കാലവർഷം എത്തിയ ഒരു സാഹചര്യം മെയ് മാസത്തിൽ തന്നെ എത്തിയത് പല ആഗോള പ്രതിഭാസങ്ങളുടെ സാന്നിധ്യം പറയുന്നുണ്ട്. നേരത്തെ കഴിഞ്ഞ തവണ തന്നെ പറഞ്ഞിരുന്നു എൽ നിനോ പ്രതിഭാസത്തിൻ്റെ അഭാവമെല്ലാം തന്നെ ഉണ്ട് എന്ന സൂചനകൾ ലഭ്യമായിരുന്നു. മാത്രമല്ല, ഏഷ്യൻ രാജ്യങ്ങളിൽ തന്നെ, മധ്യേഷ്യൻ രാജ്യങ്ങളിൽ തന്നെ പലയിടങ്ങളിലും ശക്തമായ മഴ പെയ്യുന്നൊരു സാഹചര്യം പ്രീ മൺസൂൺ കാലഘട്ടത്തിൽ, അതായത് ഈ മെയ് മാസത്തിൻ്റെ ആദ്യഘട്ടത്തിലെല്ലാം തന്നെ ശക്തമായ മഴ പെയ്യുന്നൊരു സാഹചര്യം ആ മേഖലകളിലെല്ലാം തന്നെ ഉണ്ടായപ്പോൾ തന്നെ ഈ ഒരു സാഹചര്യം, അതായത് മൺസൂൺ വിൻഡ് കുറേ കൂടി നേരത്തെ വരാനും മൺസൂൺ കാലവർഷം നേരത്തെ വരാനുള്ള, തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നേരത്തെ വരാനുള്ളൊരു സാധ്യത ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ കാലവർഷം ഇപ്പോൾ നേരത്തെ ആയിരിക്കുന്നത്. കാലവർഷം എത്തുന്നതിന് പ്രതികൂലമായ ഘടകങ്ങൾ പൂർണ്ണമായും ഇല്ലാത്തൊരു സാഹചര്യവും എന്നാൽ അനുകൂല ഘടകങ്ങൾ ഒട്ടൊക്കെ ഒരു സാന്നിധ്യമുണ്ടായ ഒരു പശ്ചാത്തലം കൂടിയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 15 വർഷത്തിന് ശേഷം ആദ്യമായി വളരെ നേരത്തെ കാലവർഷം ഈ തവണ കേരളത്തിലെത്തിയത്. പക്ഷേ അതുകൊണ്ട് പ്രതീക്ഷ നൽകുന്നത് ശക്തമായൊരു മഴയ്ക്കുള്ള സാധ്യത നിലവിൽ ഇല്ല. അല്ലെങ്കിൽ കാലവർഷ മഴയുണ്ടാകും, കൃത്യമായ മഴ ലഭിക്കും, സമൃദ്ധമായ മഴ ലഭിക്കുമെന്നുണ്ടെങ്കിൽ കൂടി അറബിക്കടലിലും അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിലും ഒരേ സാധ്യതയാണ് ന്യൂനമർദ്ദത്തിനുള്ളത്. അത്തരത്തിലുള്ള ന്യൂനമർദ്ദം അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും തുടർന്നു വരികയാണെങ്കിൽ ഇനിയുള്ള സമയങ്ങളിലും ഇത്തരത്തിലുള്ള ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും ഇടിവെട്ടോട് കൂടിയ ശക്തമായ കാറ്റോട് കൂടിയ മഴയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇതെല്ലാം തന്നെ നിലവിൽ ഇപ്പോൾ സൂചനകളില്ല. നിലവിൽ സാഹചര്യത്തിൽ ഉള്ള ന്യൂനമർദ്ദം ദുർബലമായി കഴിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് സാധാരണ ന്യൂനമർദ്ദമായി മാറിയിരിക്കുന്നു. ഇനി വഴിയെ അത് പൂർണ്ണമായും ഇല്ലാതാവുകയും ചെയ്യും. അതിശക്തമായ ന്യൂനമർദ്ദമായി മാറിയ അവസ്ഥയിൽ നിന്ന് പുറകോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ആ ഒരു ഭീഷണി അല്ലെങ്കിൽ അത്തരം ഒരു ആശങ്കയ്ക്കുള്ള സാഹചര്യം ഇപ്പോൾ ഇനി വരും മണിക്കൂറുകളിൽ കുറഞ്ഞു വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശരി.